ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. തിന്നാനെടുത്തപ്പോ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോണം അല്ലെ? അച്ഛേ, അച്ഛൻ്റെ തലാടി ഭർത്താവ് ഇട്ട് തന്ന നല്ല ഗ്രീൻ ടീ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ ഞങ്ങളൊരു ചെറിയൊരു പ്ലാനിങ് ആയിരുന്നു. രാവിലെ തന്നെ ഫോണും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് തുടങ്ങണമെന്ന്. അപ്പോൾ ഒരാൾ താഴത്ത് കിടക്കുന്നുണ്ട്, എൻ്റെ മോനാണ് താഴത്ത് കിടക്കണം. അവൻ്റെ പരിപാടി ആയിട്ടാണ് 2 തലങ്ങണി എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പ്രേതം വരുമെന്നുള്ള ചിന്തയാണ്. അതിനാണ് അത് കാണാതിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ അത് ഫുൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കസേര ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട്. ഈ കസേര ഇങ്ങനെ എല്ലാവരും കയറിയിരിക്കുന്ന ഒരു കസേര. രാവിലെ തന്നെ എനിക്ക് എണീച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നിരിക്കണം കേട്ടോ. ചമ്പളം മടക്കിയിട്ടിട്ട് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നാലും ഇപ്പോൾ തണുപ്പും കൂടിയല്ലേ, അപ്പോൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, ഈ കസേരയൊക്കെ ഇപ്പോൾ പുറകെ ആൾക്കാർ ഇഷ്ടം പോലെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വരും കേട്ടോ. ഫോൺ എടുത്തിട്ട് വന്ന് ഒന്നതാ ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ റിയാക്ഷൻസും കാര്യങ്ങളും കമൻസും ഒക്കെ ഒന്ന് നോക്കൂ. അതൊക്കെ ഒന്ന് റിപ്ലൈ ഒക്കെ കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കും വേണം. നമ്മളെ ഇന്ദ്രൂട്ട് എൻ്റെ ബർത്ത്ഡേ ഫോട്ടോ ഇങ്ങോട്ട് വന്ന കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മുത്തിനൊരു വിശ്വസൊക്കെ അറിയിച്ചും കൊണ്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാത്രി എന്തായാലും തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുമെങ്കിൽ രാവിലെ എണീച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഓടിച്ചൊരു തുടക്കലല്ലേ, അത് എല്ലാവർക്കും ഉള്ളതായിരിക്കും. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങോട്ട് മിഷ്യത്തിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളുമല്ലോ. ഞാൻ മിഷ്യത്തിൽ തുണിയിടുമ്പോൾ ഇതുപോലെ അടി മറിച്ചിട്ട് കണ്ടിട്ട് ഇടല്. ഇങ്ങനെയാണോ ഇടേണ്ടതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിങ്ങനെയായിട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിയപ്പം എണീച്ച് വന്നിട്ടുണ്ട്. അവിയപ്പം എന്നോട് എണീച്ച് വന്ന് പറഞ്ഞാൽ ചായ ചോദിക്കുന്നത് കേട്ടോ. ഇതൊന്നും പുള്ളി അറിയുന്നില്ലല്ലോ, അപ്പം ഞാൻ നല്ലോണം പോയി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പ്ലാൻ പറഞ്ഞു തന്നെ ഇത് നീ എഴുന്നേൽക്കുന്നത് മുതൽ എന്നെയൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കണ എന്നോട് ചോദിക്കണം നീ ഇത്രയും സമയം ചായ വെക്കാണ്ട് എന്താക്കിയിരുന്നു. ഇത് ഈ ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. എന്ത് നീ എന്ത് ചായ വെക്കണേന്ന് കാണിച്ചു കൊടുത്തേ. എന്ത് ചായ വെക്കുന്നേ പറഞ്ഞോട്. ഇതെന്ത് ചായയാണ് നമ്മുടെ വയനാട്ടിൽ പോയി മേടിച്ചല്ലേ? ഇതാ ഇത് എന്നാന്നത് ഗ്രീൻ ടീ ആണ് വെക്കണേട്ടാ. ഇതാ ഇത് രാവിലെ ഒരു അല്ലേ. എന്നിട്ട് നിങ്ങൾ തടിയൊക്കെ കുറഞ്ഞ് അങ്ങനെ നല്ല സ്ലിം ആയിട്ടാ ഉള്ളത്. ഓക്കെ സ്ലിം ആയതാണ് കാണുന്നത്. അയ്യപ്പൻ അനുവാദം ചോദിച്ചിട്ട് വെക്കാല. അയ്യപ്പ ഇന്ന് അടയാക്കട്ടെ അയ്യപ്പൻ. എന്റെ അമ്മ നിങ്ങളെ നോക്കാൻ കഴിയുന്നു. എട്ടങ്ങേറെടുക്കും. എന്ത് കപ്പ് നിങ്ങൾ സ്ഥിരം വെക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ രാവിലെ വല കെട്ടാൻ പോകുമ്പോ എന്നെ വിളിക്കൂല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ. വെളുപ്പിനൊക്കെ വല കെട്ടാൻ പോകുമ്പോ എല്ലാം ഇതുപോലെ ചായയൊക്കെ വെളുപ്പിന് ഒറ്റയ്ക്ക് വെച്ചിട്ട് ഒറ്റക്ക് കുടിച്ചിട്ട് പോകും. എണീക്കുമ്പോ ഈ ഗ്യാസുമ്മയൊക്കെ കുറച്ച് പഞ്ചസാരയൊക്കെ വെതറി കിടപ്പുണ്ടാവുന്നേ ഉള്ളൂ. എങ്ങനെ ആക്കലുണ്ട്? തുടക്കലുണ്ട്. ഇങ്ങനെ ആക്കലുണ്ട് പോലും. അങ്ങനെ ആക്കലുണ്ട് പോലും. അങ്ങനെ ആക്കലുണ്ട്. സമ്മതിച്ച്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചായലും വെച്ച് കുടിച്ചിട്ടൊക്കെ പോയിക്കോളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് വെളുപ്പിന് ഈ തണുപ്പിന് ഇങ്ങനെ എണീക്കേണ്ട ആവശ്യം. എന്നിട്ട് ഇന്ന് പുട്ടും ചെറുപയറും എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ് ഞാൻ. പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടായി ഇന്നലെ കിടന്നേ. തലേ ദിവസം പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് എരിപ്പ് വെച്ചോ. ഇപ്പൊ അലമ്പാക്കി കട്ടാക്കിയത്. അലമ്പാക്കിയത് എല്ലാം കൊണ്ട് കട്ടാക്കിയില്ല. ഞാനൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. പപ്പടം ചെറുപയറ് പുട്ട് മതിയാ. ഇത് ഗ്യാസ് വന്ന് കേറുവാ. ചെറുപയർ ഇന്നൊരു ദിവസം അങ്ങനെ ഓട്ടെ. ഗുഡ് മോർണിംഗ് കേട്ടോ. ഗ്രീൻ ടീ തന്നെ വരവേണ്ട. അടിപൊളി. കപ്പിലൊന്നും വേണ്ട, അതിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് ചൂടാറിക്കോട്ടെ. ഞാൻ കുടിച്ചോളാം. എന്നാ വേസ്റ്റ് ഗ്ലാസ് കറ് കൂടിപ്പോയാ. പച്ചിലകളിട്ട്
അമ്മ ഇപ്പൊ ഇത് എന്ത് പച്ചലേക്കാണ് ഇട്ട് തന്നേന്നായിരിക്കറിയാം. ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞ ഇന്നല്ലേ ഇന്നൊരു ഗുണമുണ്ട് ഒരു ദോഷമുണ്ട് അല്ലേ, ഒരു വീട്ടിൽ ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കണത്. ഇന്നലെയൊക്കെ അമ്മലെ കഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നൊരു സെറ്റപ്പായിട്ട് വേണമെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മരണത്തിന് എന്തായാലും ഞാൻ പോകുന്നില്ല, കുടിയിൽ ഞാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു പ്ലാനിങ് ആണ്. ഇന്ന് നമ്മൾ ഇന്ദുരുട്ടിൻ്റെ ബർത്ത്ഡേ ദിവസം വരുന്നില്ല. ഞാൻ ഇത് ഈ വ്ളോഗ് എപ്പോഴാണ് എന്നെന്ന് അറിയില്ല. അത് ഇന്ദുരുട്ടിൻ്റെ രാവിലെ ഫോട്ടോ കാണിച്ചത്. നിങ്ങൾ വിളിച്ചാ സബിയപ്പേ വാ വാ അറിയോ അറിയില്ലേ അതാണ് ഞാൻ ചോദിച്ചാ നിനക്ക് എന്താ വേണ്ടേന്ന് അന്നേരം പറയണേ എനിക്കൊന്നും വേണ്ടിട്ട്. ആദ്യം എന്നോട് പറഞ്ഞു എന്നോട് എല്ലാം സ്നേഹം കൊണ്ട് പറഞ്ഞു ഒന്നും വേണ്ടിട്ട് ഒന്നും വേണ്ട. ലാസ്റ്റ് എനിക്കൊരു ഫോൺ വാങ്ങിച്ചത്. ഞാൻ പോണല്ല അവർക്ക് ഉണ്ടാ എന്തെങ്കിലും മേടിച്ചിട്ട് പോണം. അപ്പൊ എന്തായാലും ഞാനും പുട്ടിന്റെ പരിപാടിയൊക്കെ നോക്കട്ടെ. പുട്ടും പരിപാടിയെല്ലാം നോക്കിയിട്ട് ചായ എല്ലാം പോവാനുള്ള പരിപാടി നോക്കാം അല്ലേ. പിന്നെന്തായാലും രാവിലെ തന്നെ ഹെൽത്ത് അങ്ങോട്ട് കയറട്ടെ അല്ലേ ഇപ്പം ഹെൽത്ത് അങ്ങോട്ട് കയറട്ടെ, എന്നിട്ട് ഗ്യാസും കയറട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഈ കടലും ചെറുപയറൊക്കെ പുറത്ത് തന്നെ വെച്ചിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ കടലയിലായാലും എല്ലാത്തിലും പയറിലായാലും ഈ ഉച്ചന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ തുടങ്ങിയതാണ് ഇതുപോലെ. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇതാക്കി വെച്ചിട്ടാണല്ലേ. അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ താഴത്ത് തുണിയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. വെള്ളം പുറത്ത് പോകുന്നതുകൊണ്ട്. ഭർത്താവ് ഇട്ട് തന്ന നല്ല ഗ്രീൻ ടീ കൊള്ളാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കുടിച്ചത്. ഇതുവരെ ഞാൻ പുള്ളി വെളുപ്പിനൊക്കെ ആക്കിയിട്ട് കുടിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഞാനതിനെ കുടിക്കാനൊക്കെ ഇല്ല. കൊള്ളാം, ചുവയൊന്നുമില്ല. അങ്ങനെ ഗ്രീൻ ടീയോട് കൂടി എൻ്റെ പരിപാടി ഇതാ ഇവിടെ തുടങ്ങിയിട്ട്. ഞാൻ ചെറുപയർ വെക്കുമ്പോൾ അത് സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. ചെറുപയർ ഇങ്ങനെ പച്ചന തന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കോട്ടെ. തക്കാളി ഞാൻ ഇടാറില്ല. ഫ്രിഡ്ജ് പിന്നെ ഓഫാക്കി ഇട്ടുകൊണ്ട് ഞാൻ തക്കാളി ഇട്ടതാണ് ഒരു കഷ്ണം ഉണ്ടായത്. പിന്നെ പുട്ടിന് ഞാൻ കുഴക്കുമ്പോൾ പുട്ടിന് ആ വെള്ളത്തിൽ ഞാൻ ഉപ്പിടില്ല കേട്ടോ. അല്ലാണ്ട് പൊടിയിൽ ഞാൻ ഉപ്പിട്ട് കുഴക്കാൻ നിൽക്കാറില്ല. വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മിഷ്യത്തിൽ ഇടുന്ന പരിപാടി എന്ന് വെച്ചാൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ലാസ്റ്റ് ആ 10ാമത്തെ ലാസ്റ്റത്തെ വെള്ളം എടുക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ കംഫർട്ടോ സ്മെല്ലിന് വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ആ ലാസ്റ്റത്തെ ആ വെള്ളത്തിൽ ചില സമയം മറന്നു പോകാട്ടോ. അധിക സമയം മറന്നു പോകും, അല്ലെങ്കിൽ ആ ടൈം അങ്ങോട്ട് പോവും. പക്ഷേ ആ കറക്റ്റ് ടൈം കിട്ടിയാൽ ഞാനിത് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ആ കറക്കോട് കൂടി എല്ലാ തുണിക്കും സ്മെല്ല് കിട്ടും കേട്ടോ. അതെനിക്ക് അമ്മ പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ. അത് അടിപൊളിയാണ്. ഓർമ്മയുള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ അപ്പോഴേക്കും ഞാൻ പുട്ടിൻ്റെ പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ ചെറുപയറിൽ വെള്ളം കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അവിടെ എന്തായാലും ഇരിക്കട്ടെ. ഇനിയിപ്പോൾ പുട്ടിന് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം ഇത്തിരി തേങ്ങ ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് പിന്നെ ഒന്ന് പുഴുങ്ങി ചൊരിയും കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഈ റേഷനരീൻ്റെ അരി പൊടിച്ചിട്ട് പുട്ടാക്കാൻ തുടങ്ങിയ സമയം മുതലാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു സോഫ്റ്റ് എന്തായാലും അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാത്ത സമയത്ത് തൊടുമ്പോൾ പുട്ടിങ്ങനെ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഒരൊറ്റ കുറ്റിയെ ഞാൻ പുഴുങ്ങലുള്ളൂ. മൊത്തം പൊടിയൊന്നും പുഴുങ്ങാറില്ല. ഒറ്റ കുറ്റി പുഴുങ്ങിയിട്ട് ഇതുപോലെ ആയിക്കഴിയുമ്പോൾ മിക്സ് ആയി കഴിയുമ്പോൾ അത് നല്ല മയത്തിൽ കിട്ടാറുണ്ട് കേട്ടോ ആ പുട്ട്. അപ്പോൾ എങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? ചിലപ്പോൾ എല്ലാവരും ചെയ്യുമായിരിക്കും. അഥവാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് എന്തായാലും അടിപൊളിയാട്ടോ. പുഴുങ്ങിച്ചൊരിയൽ പരിപാടി സൂപ്പറാണ്. ഞാനിങ്ങനെ ചെയ്യൽ. അപ്പോൾ എന്തായാലും എൻ്റെ പുട്ട് പരിപാടിയൊക്കെ എന്തായാലും രാവിലത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ശരിക്കൊരു പണിയാണല്ലേ. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത്രയും പണിയില്ല എന്ന് തോന്നും. പക്ഷേ രാവിലെ ഒരു ചെടുകുടി പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചെറുപയറിൽ ഇത്തിരി വെള്ളം കുറവായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. അതിനെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ആ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി പുട്ടിട്ട് ഒരു വാഴേൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും വാഴയിലേക്ക് അന്വേഷിച്ച് പോകുമല്ലേ. പിന്നെ ഇതാ ചെറുപയർ ഞാനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതാ താളിച്ചിടലോ പരിപാടിയോ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. കാരണം എനിക്കതൊക്കെ ഇഷ്ടമാണ് കടുകൊക്കെ താളിച്ചിടുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ പ്രിയ ഭർത്താവിന് ഈ വക സംഭവം താളിച്ചിട്ടുണ്ടെങ്കിൽ പറയും നീ ആർക്കും വേണ്ടിയിട്ട് ഈ താളിച്ചത് മറ്റേത് മറിച്ചതെല്ലാം പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആ പരിപാടിക്ക് നിൽക്കാറില്ല ഇപ്പോഴായി. പിന്നെ അതുകൊണ്ട് എല്ലാവരും അത് തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യില്ല കേട്ടോ. താളിക്കലില്ല, പച്ചവെളിച്ചെണ്ണ വയ്ക്കലാണ്. പിന്നെ ഇതാ പപ്പടം. അപ്പോൾ പുട്ടൊക്കെ ആയതിന് ശേഷം ഇതാ പപ്പടം അങ്ങാട് ഒരെണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ എന്തായി നല്ല കളർഫുള്ളായല്ലേ. അതും കൂടി കഴിഞ്ഞിട്ട് ഒരു തുടക്കലും കൂടി തുടക്കണം കേട്ടോ. തുടക്കൽ നമ്മൾ ഒരു ദിവസം എത്ര തുടക്കുന്നുണ്ടല്ലോ. അയ്യോ, തുടങ്ങിയപ്പോൾ ഒരു കേട്ടപ്പോൾ ഒരു പുട്ടും ചെറുപയറും പപ്പടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു രസമില്ലെങ്കിലും കണ്ടപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കേട്ടോ. കൊള്ളാം. എന്തായാലും കാഴ്ചക്കുണ്ടെന്ന്.
അപ്പോൾ കൊള്ളാല്ലേ. ഇനിയത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ, ഇനി ഇവരെ വിളിച്ചുകൊണ്ടുവന്ന് ചായ കുടിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിനായിട്ട് ഇതാ ഇങ്ങനെ വന്നിരിക്കണം, ഇവരെ വിളിക്കണം. ഞം വേണ്ടേ, എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ പുട്ട്, പപ്പടം, ചെറുപയർ, ചെറിയ ചോടി. ഇനി തുണിയെടുക്കൽ പരിപാടി. തുണിയും കൂടിയൊക്കെ വിരിച്ചു വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ചായ കുടിക്കുന്നത് കണ്ടതാ പപ്പടവും പഞ്ചസാര കേട്ടോ പുട്ടിൽ. ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് പപ്പടം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ കറികളൊന്നും ഞാൻ കൂട്ടാൻ നിൽക്കാറില്ല. ഇങ്ങനെ ഇട്ടിട്ട് നല്ല കുഴച്ചതാ ഇതുപോലെ നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടി കേട്ടോ. ഇത് പണ്ടേ ഉള്ളൊരു ശീലമാണ്. അതുകൊണ്ട് കറിയൊന്നും ഞാൻ പുട്ടിനിങ്ങനെ കൂട്ടത്തില്ല കേട്ടോ. അപ്പം മരിച്ചെടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ആ നേരം കൊണ്ട് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല എന്നെപ്പോലെ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനൊരു പരിപാടിയല്ലേ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് പരിപാടിയല്ല, എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴേക്ക് നമ്മളെ സാരിയൊക്കെ കൊടുക്കാമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായി. ഇപ്പോഴും ഒരു ധാരണ ആയിട്ടില്ല എന്താണ്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് ഈ സാരി കൊടുക്കുന്നത്, ചുരിദാർ ഇട്ടാൽ പോലെയാണ്. അപ്പോൾ പിന്നെ അമ്മ തന്നൊരു ചുരിദാർ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഷേപ്പാക്കാം അടിച്ചിട്ടുണ്ടായിട്ടേ ഞാൻ ഒന്ന് ഷേപ്പാക്കാന്ന് വിചാരിച്ചു. എവിടെയും പോകാറങ്ങുമ്പോഴേക്കും ഷേപ്പാക്കലും ടൈറ്റാക്കലും അഴിച്ചിടലും ഒക്കെ അല്ലേ. എല്ലാവരും പരിപാടി തന്നെ ആയിരിക്കും, എൻ്റെ പരിപാടി തന്നെ അടിച്ചിട്ട് വരട്ടെ. ഇതുവരെ തീരുമാനമായില്ല. ഇപ്പം ലാസ്റ്റ് അതടിച്ചത് ഷേപ്പൊക്കെ ചെയ്തൊന്ന് ഇട്ട് കഴിഞ്ഞപ്പില്ല എന്തോ ഒരു വശപശക്ക്. അപ്പം ഞാൻ വിചാരിച്ച് സാരി തന്നെ അങ്ങോട്ട് കയറാമെന്ന്. അപ്പം ദാ ഈ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കാമല്ലേ, ഉടുത്ത് നോക്കാം. കുറച്ച് നേരത്തെ റെഡി ആയിട്ട് നിന്ന് ഞാൻ വേണമെങ്കിൽ മാറ്റാമല്ലോ. എന്തായാലും നമ്മൾ സ്ത്രീകളെത്തി ഇങ്ങനെയായിപ്പോയത് ശരിക്കും നമ്മളൊരു സ്ത്രീകളുടെ ഒരു പ്രശ്നമാണെന്നല്ലേ. അലമാരി തുറന്നാലുള്ള നമ്മളൊരു പ്രശ്നമാണ്, ഇങ്ങനെ ഉടുക്കാൻ തുണിയില്ല. പക്ഷെ അതിലും വലിയൊരു പ്രശ്നമാണ് അലമാരിയിൽ വെക്കാൻ സ്ഥലമില്ല. അതും നമ്മൾ രണ്ടും നമ്മൾ നേരിടുന്നൊരു പ്രശ്നങ്ങളാണല്ലേ. വെക്കാനോ അലമാരിയിൽ ഒരു സ്ഥലവും ഇല്ല, എന്നാൽ ഒരിടത്ത് പോകുമ്പോൾ ഉടുക്കാട്ട് തുണിയുമില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മളെ മിസ്റ്റേക്കാണ്, നമ്മളെ മാത്രം മിസ്റ്റേക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഇത് തീരുമാനിച്ചിട്ടാണ്. അപ്പം ഞാനിതാ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയ്ക്ക് വലിയ ഹൈപ്പൊന്നും കൊടുക്കാനൊന്നും ഇല്ല, എന്നാലും ഒരു ഇത് അല്ലേ. ഇത്രയും നേരം നിങ്ങൾ എന്നെ കാടവേഷത്തെ കണ്ടല്ലേ. അപ്പോൾ ഇപ്പം ഇത്തിരി രസമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ മാക്സിമം. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്, കുടിയലിന് പോകാനായിട്ടില്ല. അപ്പം ഞങ്ങൾ അതിന് മുന്നേ സാരിയൊക്കെ കൊടുത്തിറങ്ങിയത് കണ്ടല്ലോ. അപ്പം ഞാൻ നന്ദൂരെ കൊണ്ടൊരു ഡാൻസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. വെയിലിന് എവിടെ നിന്നും ഒരു ക്ലിയർ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങളത് വേറെ സ്ഥലം നോക്കിയിട്ട് നടക്കണം അല്ലേ. അത് ഒരു രക്ഷയില്ല. നന്ദൂരാണെങ്കിൽ ഇല്ല അമ്മേ മുണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ നടക്കുകയാണ് എൻ്റെ കൂടെ നടക്കാൻ. പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരും ഉള്ളല്ലേ. ഓന്ന് പായൊക്കെ പൊക്കി പിടിച്ചിട്ടാണോ പോണത് കുടിയല്ലേ. ഇതെന്താടാ സെറ്റായി. ഇപ്പം നമ്മൾ വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് ഞാൻ പോകണമെന്നല്ല, എന്തിൻ്റെ ബർത്ത്ഡേക്ക് പോകണം. അതന്നെ ഞങ്ങളെന്തായാലും കുടിയലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ടില്ല ബർത്ത്ഡേക്ക്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം അല്ലേ. അത് ഹെൽമെറ്റ് വെച്ചാ ഹെൽമെറ്റ് വെക്കാണ്ടുകളൊക്കെ കിട്ടൂല. എടുക്കാന്ന് വിചാരിക്കുമ്പോ തലയിലെടുത്തത് വെക്കും. കാറൊന്നും വാങ്ങിച്ചൂടായിരുന്ന വാങ്ങണം. അങ്ങാട് കേറങ്ങാട് ഞാനെങ്ങനെ കേറും. തിരിക്ക് സാരി ഉടുത്താ എത്ര വലിയ പ്രശ്നാ. ഇങ്ങനെയൊക്കെ മുണ്ടെടുക്കണതാ അച്ഛൻ്റെ വെള്ളം മാറ്റണം. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കുടിയല്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന കേട്ടാ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കുട്ടുമ്പോ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ തലയാട്ടുവാന്ന്. ഇപ്പം ഇവരാക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു കോമഡി ഉണ്ടായിട്ടില്ലേ നന്ദു? എന്തോ കോമഡി ഉണ്ടായ ചെരുപ്പ് പൊട്ടി ഈ ലുക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടാ.
പുലീനെ പോലെ വന്നിട്ട് ഞങ്ങൾ ഇപ്പൊ എലീനെ പോലെ ആയിന്ന് പറഞ്ഞ പോലെയാ സംഭവം. ഇപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ്. പക്ഷെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാല് എന്താ ഇവിടെ അച്ഛനും മോനും കൂടി എന്നെ പൊഴിച്ച്. പിന്നെ എന്നിട്ട് അല്ല നീ കൂടി ഉണ്ടാകുമ്പോ ഒരു വിശ്വാസമായിട്ട് തോന്നുന്നു. പിന്നെ നല്ല ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ടാ നോക്കുമ്പോ ചെരുപ്പ് വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ട് വണ്ടിമേന്ന് ഇറങ്ങലോടുകൂടി എല്ലാരും നോക്കുന്നോണ്ടാണ് വണ്ടിമേന്ന് ഇറങ്ങലോടുകൂടി എൻ്റെ ചെരുപ്പ് അങ്ങോട്ട് പൊട്ടി. ഞാൻ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ പോണു. അപ്പൊ എന്താ സംഭവം അടിയിട്ടാ ഹീൽസ് ഇല്ല അതങ്ങനെ തന്നെ പറഞ്ഞു പോയി. വണ്ടീൻ്റെ ഉള്ളിലുണ്ട് ടച്ച് ചെരുപ്പ്. അത് ഇപ്പൊ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊക്കെ. എന്നിട്ട് രണ്ടാമത് പോയി ഞങ്ങൾ ചെരുപ്പ് എടുത്തിട്ട് വന്നിട്ടാണ് ഇപ്പൊ വന്ന് ബിരിയാണിയൊക്കെ മുണങ്ങിയത്. പോയി പണി പാളിന്ന് പറഞ്ഞത് എങ്ങനെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നാളത്തേക്ക് പോവാട്ടാ. അപ്പോൾ പോണ വഴിക്ക് ഇവനെന്താ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവരെ നിർബന്ധപ്രകാരമാണ് കാറ് വാങ്ങിക്കാന്ന് വിചാരിച്ചേട്ടാ. കല്യാണല്ലേ ഇവിടെ അടുത്ത കല്യാണത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത് പോയി ബിരിയാണി അടിക്കുന്ന അത് ഫുള്ളാക്കിയിട്ടാ വന്നേക്കണത്. ബിരിയാണി അടിക്കുന്ന എന്നെ പിടിച്ചു പോകുന്ന ഇതാണ് എന്നെ വലിച്ചോണ്ടാ വന്നേ. എന്റെ അമ്മേ ഇതിപ്പോ ഭയങ്കരമുള്ള കൊണ്ടോന്ന ദൈവമേ. അമ്മ വെള്ളം വേണം. അമ്മ തണുത്തവളം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ. ഇതെന്താ അമ്മ ബിരിയാണിയാ? കല്യാണം എടുത്തിണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടൊരു കുശാൽ. കുറച്ചുണ്ട് എന്തായാലും ദാഹിച്ചിട്ട് വയ്യ. ഞങ്ങളും ബിരിയാണി. അയ്യോ ഇതിന്റെ പെട്ടിയൊക്കെ ദുഗുവിന്റെ പെട്ടിയാണിത്. നോക്കിയാ ഇതെന്താ വല്ല മറ്റേ ഗൾഫിൽ പോകുന്നുണ്ടാന്നമ്മോ. ഇതിന്റെ പെട്ടി ദുഗു ഗൾഫിൽ പോകുന്നുണ്ടാ? പെട്ടി എല്ലാം എടുത്തിട്ട് പണ്ടത്തെ അമ്മാവിന്റെ പെട്ടി. ചെരുപ്പ് കിട്ടില്ല. കൊള്ളാം. അടിപൊളി സൂപ്പർ. പൊട്ടിക്കാൻ അച്ഛനോട് പറ ചെല്ലു. നീ എന്നോട് ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഐഫോൺ അച്ഛനോട് പറ. ഐഫോണോന്ന് ഐഫോൺ 70 ചേട്ടൻ അച്ഛന്റെ തല അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. മസാജ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടണ നേരം കൊണ്ട് മസാജ് മസാജ് ചെയ്യാനുണ്ട്. അച്ഛാ നമുക്ക് ഡാൻസ് കളിക്കാം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സോൾവ് ആക്കും. ചേട്ടൻ എന്താ കൊച്ചിനെ ചെയ്തേ? ചേട്ടൻ എന്താ കൊച്ചിനെ ചെയ്തേ? ചേട്ടൻ എന്താ ചെയ്ത കൊച്ചിനെ? എന്താട്ടെ കൊച്ചിനെ മോൻ എന്തോ ചെയ്ത്. ആ ഡോറക്കത്തോരണം. മോന്റെ വണ്ടി ഒന്നും വേണ്ട. എന്റെ മോന് ആ വണ്ടി ഒന്നും ഓടിക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. എന്റെ മോന് നിങ്ങളെ ബൈക്ക് വേണ്ട. നമ്മളൊക്കെ താറ് മതി. താറ് നിക്ക് നെഞ്ചത്തേക്കൂടി ഓടിക്കുന്ന താറുണ്ട് നമുക്ക്. നെഞ്ചത്തെ കൂടി കയറ്റിറക്കുന്ന താറ് അത് മതി നമുക്ക്. മതി കൊണ്ടാ താറ് മതി. നിങ്ങളെ വലിയ ബൈക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആ ഞങ്ങളെ കേക്ക് ഞങ്ങൾ എടുത്തോളാം. തൊടരുത് അത് മതി. ശരിയാക്കും. അജ്മോദിനണ്ട ഞങ്ങളുടെ വിടും. പിന്നെ കൊച്ചിനെ നീന്ന് വിളിച്ചിട്ട് ഇനി കൊച്ചാ ബന്ധു ഉപേക്ഷിന്നാ പറയുന്നത്. അതാ താക്കോലെടുക്കാൻ പറയുന്ന ആളിയാ. വണ്ടി ഉദ്ഘാടനം കഴിക്കാൻ പോവുകയാണ്. ഉദ്ഘാടനം മോനെ ഉദ്ഘാടനം കഴിക്കുകയാണ്. എത്ര ജീപ്പ്
ഓടിക്കാനറിയില്ല എന്ന് വണ്ടി കൊണ്ട് ഇടിച്ചു ഷൂട്ട് ആദ്യം ഡ്രസ് ഇട്ട് ഷൂട്ടാണ് ഇതളവിലും വലിയ പനിയാണുള്ളത് ഇത് ഗിഫ്റ്റ് ഇട്ടതാ മുഖം നോക്കി വെറ്റില കറിവാനം വെറ്റില പിന്നെന്താ അവളെന്താ പറഞ്ഞത് അവളെന്താ പറഞ്ഞിരുന്നത് ചേലയാണത് നീ പറഞ്ഞതല്ല ചേലക്കുറിമാനാണ് പിന്നെന്താ വെറ്റിലേ അവിടെ ഇവള് പറഞ്ഞതറിയോ ഇവള് വേറെ പാടിയിരുന്നത് അമ്മ എന്താ പാടിയിരുന്നത് എന്ത് കുറിമാനാണ് ചേലക്കുറിമാനത്തെ അമ്മ പാടിയിരുന്നത് അച്ചേലക്കുറിമാനോ വേറെ ഇവള് പാടിയിരുന്നിട്ടില്ല ചേലക്കുറിമാൻ ഞാൻ പറഞ്ഞു കൊടുത്ത അപ്പൊ ശരിയാക്കി അതിന് മുമ്പ് എന്തോ പാടിയിരുന്നു അപ്പൊ ഞാനും ഭയങ്കര ഡാൻസ് അത് ഭയങ്കര അതും വെച്ചിവിടെ എന്തായാലും റൈഡർ ഇതിപ്പോ ശരിക്കും കണ്ണാപ്പിയാണ് എന്റെ മോനെ പൊളിച്ച് മാറ് മുന്നിൽ മാറ് പടിമേലെ നിൽക്കോ അച്ഛനെ ഞാൻ വിളിക്കാം മറ്റേ സാധനം എടുത്തറ പ്രാർത്ഥിക്കുന്നു റൈഡർ ബിജു കണ്ണാപ്പി റൈഡർ കണ്ണാപ്പി ഇന്ദ്ര കയറാൻ പോകുന്നു കീ കൈമാറുകയാണ് താക്കോൽദാനം കൈയടിച്ചു മാസാക്കൂ കിട്ടില്ലേ താങ്കളുടെ ഹീറോ പൊളി വെച്ച ഒരംഗത്തിന് പോവാ വന്നാ വാ ഉണ്ണിക്കുട്ടെ ഞാൻ മുന്നിന്ന് പറഞ്ഞേ എന്റെ അമ്മേ എല്ലാരും ആദ്യമായി വണ്ടി ഓടിക്കുന്നതിൽ എന്താണ് അമ്മക്ക് അഭിപ്രായം അമ്മയ്ക്ക് എന്താ അഭിപ്രായം അവരച്ഛനും മക്കളെ ഞാൻ പല വ്ളോഗുകളിലും ഞങ്ങളുടെ വ്ളോഗുകളിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ ഞാൻ അധികം ഇടപെടാറില്ല അവരച്ഛനും മക്കളും ഡ്രസ്സ് പോലെ ഞാൻ എടുത്തു കൊടുക്കാൻ ഇപ്പൊ സെലക്ട് ചെയ്യയില്ല അങ്ങ് എത്തിയിട്ടുണ്ട് പുറകെ കുറെ വാനരന്മാര് പോയിട്ടുണ്ട് വാനരന്മാർ അമ്മ നല്ല രസമുണ്ടല്ലോ നല്ല കളറല്ലേ നല്ലുണ്ട് ഇങ്ങനത്തെ ആയതുകൊണ്ട് സന്ദേശം കൊണ്ട് പോവില്ല കളറ് ഇല്ല ഇപ്പൊ മാക്സ് ഇടില്ല ഞാൻ കുറവാ കൊടിച്ചാ എല്ലാരും ഇങ്ങനെ നോക്കി നിക്കണ് ഓടിക്കോ മദർ നന്ദു ഓടിച്ച് നിന്നെ സിനിമയിലെടുത്താന്ന് എന്റെ കേക്ക് ഞാൻ ഇങ്ങോട്ട് എടുത്തട്ടാ അവിടെ ആരെടുത്തിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരുപാട് ആളുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ അടിക്കട്ടെ കളർ കൊള്ളാം ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഞാൻ എല്ലാവരും ഞാൻ കൊതിപ്പിക്കാനായിട്ട് ഏക്കത്തിന് ഞാൻ പറ്റിച്ചിട്ട് എല്ലാവരും ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങോട്ട് വായിലോട്ട് അങ്ങോട്ട് വെച്ചെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു റീൽ കണ്ടിട്ട് വെറുതെ ഒരു അങ്ങനെ ഒരു ഇതെടുത്തതാണ് കേട്ടോ പക്ഷേ ചേട്ടയൊക്കെ നല്ലോണം അഭിനയിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്നെയും പാവം ദുർഗയിലും പെട്ടുപോയിട്ടാ അതുകൊണ്ട് ദുർഗനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദുർഗ ശരിക്കും ഞാമിപ്പോയി നല്ല ചപ്പാടാണ് കിടത്തക്കാരനെന്തായി കിടക്കലുണ്ട് സെറ്റായ നോക്കട്ടെ പക്ഷെ എന്റെ അമ്മ ഇന്ന് കിടക്കൂല അപ്പൊ ഇന്ന് കാളെ രാത്രി അല്ലേ
ഇവർക്ക് ശരിക്കും ഇങ്ങനെ കൂടുമ്പോഴാട്ടോ ഭയങ്കര സന്തോഷം. ഇവരിങ്ങനെ കൂടി കാണുമ്പോൾ നമുക്ക് നമ്മളെ ആ ഒരു പഴയ കാലം അല്ലേ ഓർമ്മ ഒരു ഒന്നിച്ചാ കിടക്കുന്നതും അതൊരു രസം തന്നെ കേട്ടോ. അപ്പം ഇനി രാവിലെ കാണാം. നിഗി ഇന്ന് നല്ല വെറൈറ്റി ഒരു സാധനം ആക്കുന്നുണ്ട് കേട്ടോ. നട്ടൂർ വന്ന പ്രമാണിച്ച് നിഗി സ്പെഷ്യൽ എന്താണ് നിഗി സ്പെഷ്യൽ മുട്ട റോസ്റ്റ്. എല്ലാരും പറയും നികിക്ക് ഇത് മാത്രമേ ആക്കാൻ അറിയുള്ളൂ. പക്ഷെ മുട്ടയിലൊരു വ്യത്യാസം മുട്ടയിലൊരു വ്യത്യാസം പറ്റിയില്ല. എപ്പോഴും നമ്മൾ കോഴിമുട്ടയല്ലേ എടുക്കല്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കാടമുട്ടയിൽ പിടിക്കാൻ വിചാരിച്ചു. ഇവർക്ക് എല്ലാവർക്കും കാടമുട്ട, എനിക്ക് മാത്രം കോഴിമുട്ട. അത് പ്രത്യേക പക്ഷാവേ തോന്നുന്നത്. 1000 കോഴി എല്ലാവരും കോഴിക്ക് അരക്കാട അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് കാടമുട്ട എന്റെ വലിയ മുട്ട മാത്രമേ കാണുന്നുള്ളൂ. കാടമുട്ടയിൽ മുങ്ങിപ്പോയി. കാടമുട്ട ഉണ്ട് കേട്ടോ അതിനിടക്ക്. കാടമുട്ട ഇങ്ങനെ കിടന്ന് പതച്ച് മറിയുന്നുണ്ട്. അവള് കാടമുട്ട കഴിക്കാത്തോണ്ട് ഒരു മുട്ട എടുത്തിട്ട് അവൾ അതിനിടെ കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുക്കറിലല്ലേ, കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചു. കുക്കർ കാടമുട്ട കറി. പിന്നെ ഇതൊക്കെ ഇത് 10 എന്നാൽ എനിക്ക് ഇത് വരെ എപ്പോഴും മാറിപ്പോ. ഇത് മറ്റേ പത്തിരി നൈസ് പത്തിരി അല്ലേ? നൈസാവൂലേ ഉള്ളൂ. എന്തോ ഒരു പത്തിരി നൈസാവൂല മറ്റിങ്ങനെ വെള്ളത്തില് എന്നിട്ട് ഉണ്ട ഉരുട്ടിയിട്ട് ഇങ്ങനെ 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 ആക്കുന്നല്ലേ. മുബീനെ ഷംനാസൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കുന്ന ആ സാധനം. അതന്നെ സാധനം. ഇനിയിപ്പോ ഇതല്ലേ നമ്മളെ മുട്ട റോസ്റ്റ് ഉള്ളി വാടട്ടെ എല്ലാം ആയിട്ട് കഴിക്കണതൊക്കെ കാണിക്കല്ലേ നമുക്ക്. എന്നിട്ട് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതും കാണിക്കാം. ഞാൻ പോകും. ഞാനൊക്കെ ഇന്ന് അങ്ങോട്ട് പോണം. അവിടെ പോയൊരാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോകും. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചോ. എന്നിത് കാണട്ടെ, ഇതെല്ലാം ആവട്ടെ. ഓക്കെ. അങ്ങനെ മുട്ട വീണുകൊണ്ടിരിക്കും. കൊറേ കാടമുട്ടകൾക്കിടയിൽ ഒറ്റയാൻ കൂട്ടത്തിൽ പെടാത്തത് ആര്? ഒറ്റയാൻ അല്ല, ഇങ്ങനെ ഇതിപ്പോ മുട്ട റോസ്റ്റ് അല്ല, കറിയാണ്. ഇത് പറ്റട്ടെ. പറ്റണം. വരയണം ഇരുന്നല്ലേ, നല്ല കളർ, നല്ല കളർഫുൾ, അടിപൊളി. അതവിടെ കിടന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി വെച്ചാൽ ഒരു ഇത്തിരി ചാറുണ്ടാവും. ഇത്രയും കൂടി ചാറുണ്ടാവും. ഇപ്പൊ ചാറുണ്ട്, ഇത്രയും കൂടി ചാറുണ്ട്. അത് പറ്റണം. ഇനി ഇതിങ്ങനെ ഉണ്ടയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ആയാ നടക്കൂല ഇപ്പൊ. ഇപ്പാവല്ല അമ്മ എന്താ എടുക്കുന്നത്? ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് എല്ലാരും പണിയെടുക്കണം എന്നൊക്കെ എടുക്കായിരുന്നു. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഉരുക്കായിരുന്നു കേട്ടാ. പിന്നെ മറ്റതും പറയടി, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി അതൊക്കെ നന്നാക്കിയത് ഞാനാണ്. അരി ഇടുന്നത് അമ്മയാണ്, ഞങ്ങളാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അമ്മ പറഞ്ഞത്. അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന്. ഇല്ല എടുക്കൂല. എന്താ എടുക്കൂല. ഞാൻ ഇതിലെടുത്തിട്ടാ 90s കിഡ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അതിലും ഭേദം അമ്മ തന്നെ. അമ്മ കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാമ്മ, കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാ തണുക്കുന്നമ്മ. കുളിക്കാൻ ചൂടുവെള്ളം. അമ്മ അമ്മയുടെ ആരോഗ്യം ഒന്നും നമുക്ക് ഇപ്പൊ കിട്ടൂല. പഴയ ആൾക്കാരുടെ ആരോഗ്യം ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. അതാണ്. ഇവരൊക്കെ പിന്നെ അമ്മമാരൊക്കെ പേടിച്ചിട്ട് കിടക്കും. പണ്ട് ഇവര് പറയുമ്പോ നമ്മള് അന്നേരം ഇവര് പ്രസവിച്ച് കിടക്കുമ്പോ ഇവരെല്ലാരും പറയുമ്പോ നമ്മള് പോയ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൂടോടൊക്കെ കുളിക്കായിട്ടാണ്. പത്തലും എടുത്ത് മറ്റേ കാടമുട്ട റോസ്റ്റ് എടുത്തിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവള് തിന്നണത് മാത്രമേ കാണിക്കണുള്ളൂ. ഞാൻ മറന്നുപോയിട്ടാ. ഞാൻ ആ ഒരു കാടമുട്ട തിന്നണേന്റെ തിരക്കില് വീഡിയോ അതന്നെ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കുറഞ്ഞു പോയി. കാടമുട്ട ഉണ്ടപ്പോ അത് കണ്ടപ്പോ ഞാൻ ഞങ്ങള് കഴിച്ചു പോയിട്ടാ. നേരത്തെ ആ വിശപ്പിന് പിള്ളേർക്ക് കൊടുത്തപ്പോ പിള്ളേരുടെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കണ്. അപ്പൊ ഞാൻ
അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതെടുത്തങ്ങാട് അതിന്റെ കൂടെ മുക്കി അങ്ങ് തിന്ന്. അതാണ് സംഭവിച്ചത്. നമ്മളെ വീട്ടമ്മമാർക്കുള്ള പരിപാടിയാണുള്ളത്. ആ പിള്ളേരെ പാത്രത്തിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് തിന്നുപോയി. അതിനിടക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്തായാലും തന്നെ ഇത് തിന്നുന്നുണ്ട്, നോക്കട്ടെ. ചെടിയതും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ്, ചേട്ടൻ്റെ പാത്രത്തിലും കഴിഞ്ഞ്. ഇതായിരുന്നു അപ്പോ എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ കഴിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ നീ തന്നെ ആക്കിയിട്ട് നീ തന്നെ പറ. അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടാ. ഗുഡ്. സനീസ് വ്ലോഗിലേ കാണുള്ളൂ, മറ്റേ അത് ഡീസൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കേ, ഞാൻ പോന്നിട്ടാ. എന്നാല് ഞാൻ പോന്നിട്ടാ. അതാ ഇപ്പം വീണേനെ. ഗോട്ടാ പോട്ടെ തെറ്റാ. ഇന്ദ്രൂനി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുള്ളേ. അവിടെ പാപ്പിൻശ്ശേരി ചിലപ്പോ കാണാൻ പറ്റും. പോന്നേ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.